അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ചില പ്രവർത്തനങ്ങളുണ്ട് അതിന് ഒരു പ്രത്യേക നീയത്ത് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം കിട്ടും. അവിടെ ഒരു മോശപ്പെട്ട നീയത്തുൽ ഹബീസ അതിനോടൊപ്പം ഇല്ലാതിരുന്നാൽ മതി. ഏതുപോലെ അവർ പറഞ്ഞത്, ഉദാഹരണമായി പറഞ്ഞത്, നീ നിൻ്റെ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ പുഞ്ചിരിക്കും. അപ്പോൾ പുഞ്ചിരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. ആ ഹദീസും ചിലപ്പോൾ നിനക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകണം എന്നില്ല. നീ കാണുമ്പോൾ തന്നെ ചിരിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സംസാരിക്കുന്നു. അവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യത്തിന് അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. അവിടെ നീ ഒരു മോശം നീയത്തൊപ്പം കൊണ്ടുവരാതിരുന്നാൽ മതി. അല്ല, ആ ചിരിയുടെ പിന്നിൽ നിനക്ക് ചില ദുന്യവ്യായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്നാളൊന്ന് ചിരിച്ച് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ ചിരിക്കുന്നതിന് വരെ ചിലപ്പോൾ അവൻ വേറെ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലാഭം കണ്ട് ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഒന്നുമില്ല. നീ കണ്ടപ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടു, എൻ്റെ സഹോദരനെ കണ്ടു, ആ നീയത്തിൽ നീ ഒന്ന് പോയി ചിരിച്ചു, മുസാഫഹത്ത് ചെയ്തു, സലാം പറഞ്ഞു. ചിലപ്പോൾ നീ മനസ്സിൽ നീയത്തൊന്നും കരുതിയിട്ടില്ല, അതിന് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അതിന് പ്രതിഫലമുണ്ട്. കാരണം അത് മനുഷ്യന് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, മനസ്സിന് പെട്ടെന്നുണ്ടാകുന്ന അത്തരം കാര്യങ്ങൾക്ക് നീയത്ത് കൊണ്ടുവരിക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു മോശപ്പെട്ട നീയത്ത് ഇല്ലാതിരുന്നാൽ അത് മാത്രം മതിയായതാണ്.